ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സലീം കുമാറിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും ആദ്യകാല ജീവിതത്തിൻ്റെ പറ്റിയൊക്കെ നമുക്ക് ഒന്ന് എത്തി നോക്കിയാലോ. 1969 ഒക്ടോബർ 10 വടക്കൻ പറവൂരിൽ ഗംഗാധരൻ്റെയും കൗസല്യയുടെയും ഇളയ മകനായി സലീം കുമാർ ജനിച്ചു. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് തൻ്റെ പിതാവ് ഒരു നിരീശ്വരവാദിയാണെന്നും മുതിർന്ന സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ അനുയായിയാണെന്നും അദ്ദേഹവും വടക്കൻ പറവൂരിൽ നിന്നുള്ള ആളാണെന്നും മതപരമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാൻ തൻ്റെ മകന് സലീം കുമാർ എന്ന് പേരിട്ടു എന്നാണ്. കുമാർ ചിറ്റാറ്റുകര നോർത്ത് പറവൂരിലെ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലായിരുന്നു പഠനം. നോർത്ത് പറവൂരിലെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ പഠനം. മാല്യാങ്കരയിലെ മൂത്തകുന്നം ശ്രീനാരായണ മംഗലം കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ചെറുപ്പത്തിൽ തന്നെ ഗായകനാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് മിമിക്രിയിൽ ചേർന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് BA ബിരുദം നേടിയ അദ്ദേഹം അവിടെ 3 തവണ യൂണിവേഴ്സിറ്റിയുടെ മിമിക്രി കിരീടം നേടി. കലാഭവനിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ നാടക ജീവിതം ആരംഭിച്ചത്. ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്ന പരിപാടിയിൽ അദ്ദേഹം അവതാരകൻ കൂടിയായിരുന്നു. ഏകദേശം 4 വർഷത്തോളം കൊച്ചിയിലെ ആരതി തിയേറ്ററുകളിൽ അദ്ദേഹം പ്രൊഫഷണൽ നാടകവുമായി ബന്ധപ്പെട്ടിരുന്നു. മലയാള സിനിമയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കോമിക്കോള എന്ന കോമഡി പ്രോഗ്രാമിൻ്റെ അവതാരകനായി സലീം കുമാറിനെ തിരഞ്ഞെടുത്തു. 1997 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന കുടുംബ നാടകത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത ശേഷം സിബി മലയിൽ തൻ്റെ നീ വരുവോളം എന്ന സിനിമയിൽ സലീം കുമാറിന് ഒരു വേഷം വാഗ്ദാനം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം ശരിയല്ലെന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹത്തെ ലൊക്കേഷനിൽ നിന്ന് തിരിച്ചയച്ചു. പിന്നീട് ഇന്ദ്രൻസ് ആ വേഷം ചെയ്തു. പിന്നീട് 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു. സത്യമേവ ജയതേ എന്ന ചിത്രത്തിലെ അഭിനയത്തിൽ ആകൃഷ്ടനായ സംവിധായകൻ റാഫി മെക്കാർട്ടിൻ തൻ്റെ തെങ്കാശിപ്പട്ടണം എന്ന സിനിമയിൽ സലീമിന് ഒരു വേഷം വാഗ്ദാനം ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. 2000 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു ഇത്. വൺ മാൻ ഷോ എന്ന സിനിമയിൽ മാനസിക രോഗാശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടൊരു രോഗിയുടെ അവസ്മരണീയമായ വേഷം അദ്ദേഹം അവതരിപ്പിച്ചു. പിന്നീട് ദിലീപിനൊപ്പം അഭിനയിക്കുമ്പോൾ സലീം കുമാർ വിജയം നേടി. ചില സിനിമകളിൽ ഹരിശ്രീ അശോകനും ഈ ജോഡിയിൽ ചേരുന്നു. 2001 പുറത്തിറങ്ങിയ ഈ പറക്കും തളിക എന്ന സിനിമയിൽ പാചകക്കാരനായ കോശിയുടെ വേഷവും 2002 പുറത്തിറങ്ങിയ മീശമാധവൻ എന്ന കൾട്ട് കോമഡി സിനിമയിൽ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി എന്ന കഥാപാത്രവും അദ്ദേഹം അവതരിപ്പിച്ചു. മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ എന്നീ ചിത്രങ്ങളിലെ കൊച്ചിൻ ഹനീഫയ്ക്കൊപ്പം അഭിനയിച്ചതിലൂടെയും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. കല്യാണരാമൻ എന്ന സിനിമയിൽ സലീം കുമാർ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഹാസ്യ പ്രകടനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പ്യാരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2002 പുറത്തിറങ്ങിയ ബാംബു ബോയ്സ് എന്ന കോമഡി ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലൊന്നായി കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ എന്നിവരോടൊപ്പം അദ്ദേഹം അഭിനയിച്ചു. 2003 സലീം കുമാർ തൻ്റെ കരിയറിലെ ഏറ്റവും അവിസ്മരണീയമായ കോമഡി വേഷങ്ങളിൽ ചിലത് അവതരിപ്പിച്ചിരിക്കാം. ക്ലാസിക്കൽ സിനിമയായ CID മൂസയിൽ ഒരു മാനസിക രോഗിയുടെ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. തിളക്കത്തിൽ ഓമനക്കുട്ടൻ, മോഹൻലാലിനൊപ്പം കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ ഉസ്മാൻ, മമ്മൂട്ടി അഭിനയിച്ച പട്ടാളത്തിൽ SI ഗബ്ബാർ കേശവൻ എന്നിവരുടെ വേഷങ്ങൾ അവിസ്മരണീയമായിരുന്നു. റൊമാൻറ്റിക് കോമഡി ചിത്രമായ പുലിവാൽ കല്യാണത്തിൽ സലീം കുമാർ തൻ്റെ അവിസ്മരണീയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മിക്ക നിരൂപകരും മണവാളനെ സലീം കുമാർ അവതരിപ്പിച്ച ഏറ്റവും മികച്ച കോമഡി കഥാപാത്രമായി വിശേഷിപ്പിക്കുന്നു. മണവാളൻ്റെ നിസ്സഹായമായ മുഖം, ലജ്ജാകരമായ പുഞ്ചിരി, പൈപ്പ് വലിക്കുന്ന ധനികൻ്റെ അഭിനയം എന്നിവയുൾപ്പെടെയുള്ള നിരവധി ഭാവങ്ങൾ പിന്നീട് കേരളം ട്രോൾ സമൂഹത്തിൽ ഒരു കൾട്ട് ഫോളോവേഴ്സിനെ വളർത്തിയെടുത്തു.
അതുപോലെ ജയസൂര്യക്കൊപ്പം സലീം കുമാറിന്റെ മറ്റൊരു പ്രശസ്ത വേഷം ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ ഡാൻസ് മാസ്റ്റർ വിക്രമാണ്. സലീം കുമാർ അവതരിപ്പിച്ച മറ്റൊരു ജനപ്രിയ കഥാപാത്രങ്ങളിലൊന്ന് 2007 മമ്മൂട്ടി ചിത്രമായ മായാവിയിലാണ്. 2004 കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നിരൂപക പ്രശംസ ലഭിച്ചതിനു ശേഷം സലീം കുമാറിന്റെ സ്വഭാവ വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവ് വെളിപ്പെട്ടു. അല്പം ഹാസ്യാത്മകമാണെങ്കിലും ആ വേഷം യാഥാർത്ഥ്യ ബോധമുള്ളതായിരുന്നു. വ്യത്യസ്തമായ അഭിനയ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അനുവദിച്ചു. ലാൽജോ സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അച്ഛൻ എന്ന വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഈ വേഷം അദ്ദേഹത്തിന് രണ്ടാമത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിക്കൊടുത്തു. അതുപോലെ തൊമ്മനും മക്കളും, പാണ്ടിപ്പട, ഹെലോ, റോമിയോ, ചട്ടമ്പിനാട് അങ്ങനെ നിരവധി സിനിമകളിൽ അദ്ദേഹം തിളങ്ങി നിന്നു. വിനീത് ശ്രീനിവാസിന്റെ കോഫി @ MG റോഡ് പാലവട്ടം എന്ന ആൽബത്തിലെ ഒരു ഹിപ്പ് ഹോപ്പ് ഗാനത്തിൽ സലീം കുമാർ പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു തൽക്ഷണ ഹിറ്റായി മാറുകയും ഒരു ആരാധനക്രമം വളർത്തിയെടുക്കുകയും ചെയ്തു. പിന്നീട് സലീം കുമാർ സംവിധാനത്തിലേക്ക് കടന്നു. ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തു. നിരൂപകർ മികച്ച അഭിപ്രായം നേടിയ ഫീച്ചർ ലെങ്ത് നാടകങ്ങളും. സലീം കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച കറുത്ത ജൂതൻ 47ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് നേടി. അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭം ദൈവമേ കൈത്തൊഴാം കെ. കുമാർ അഗനം ആയിരുന്നു. അതിൽ ജയറാം പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. ഇനിയും നമ്മുടെ സലീമേട്ടൻ ഇതുപോലെ മുന്നോട്ട് കുതിച്ചു പോകട്ടെ.